ഹലോ. അപ്പോൾ ഈ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ? ഇതെന്താ ആരും അധികം ശ്രദ്ധ കൊടുക്കാത്ത ഈ ന്യൂസ് ചാനൽസ് ഒന്നും വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് കണ്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ പേര് ഫോട്ടോയെങ്കിലും കൊടുക്കണ്ടേ? ഇമാതിരി കള്ളമൊഴി കൊടുത്തിട്ട് പുരുഷൻ്റെ ലൈഫിനൊന്നും ഇവിടെ ഒരു വിലയില്ലേ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. വ്യാജ മൊഴി കൊടുത്തിട്ട് 9 മാസമാണ് ഒരു നിരപരാധിയായ ആൾ ജയിലിൽ കഴിഞ്ഞു. അപ്പം അയാളുടെ ലൈഫിന് ആര് സമാധാനം പറയുക? അയാൾക്കില്ല കുടുംബവും ജോലിയൊക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാനം പോയിട്ടുണ്ടാവില്ലേ? ഇനി അയാൾ നിരപരാധിയാൻ തെളിഞ്ഞാലും എല്ലാം പഴയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ, ഒരാളുകൾ ചർച്ച ചെയ്യണില്ല. സത്യം പറഞ്ഞ ആണുങ്ങളുടെ ലൈഫിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലോസൊക്കെ സ്ത്രീകളാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ ലോസൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്ത് തുടങ്ങി നമ്മൾ എന്താ ചെയ്യുക? അത് ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യമല്ലേ? ഈ ഫെമിനിസ്റ്റുമാരൊന്നും ഇതിലൊന്നും സംസാരിച്ച് കേട്ടില്ലല്ലോ. ഈ ഫെമിനിസ്റ്റുമാരെല്ലാം ഇത് കുറച്ചും കൂടി ചർച്ചയാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വ്യാജ കേസ് കൊടുക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ശരിക്കും ദുരിതം അനുഭവിച്ച സ്ത്രീകളെ ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ചിലപ്പോൾ പ്രൂഫ് കൊണ്ടുവരാൻ പറയും. അപ്പോൾ അവരുടെ അടുത്ത് പ്രൂഫൊന്നും ഉണ്ടായില്ലെങ്കിൽ അവർക്ക് നീതി കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങളെന്താ ഇതൊന്നും ചർച്ച ചെയ്യാത്ത? നിങ്ങൾ ശരിക്കും ഫെമിനിസ്റ്റുകൾ ശരിക്കും ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ ഇപ്പോൾ ചിലവർ പറയും ഇതൊക്കെ റെയറാണെന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും നോക്കിയത് റെയറൊന്നും അല്ല. എത്ര ഫാൾസ് അലിഗേഷൻസ് വരണേ. സിനിമ ഫീൽഡിലായാലും അല്ലാതെയും പുറത്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇവർ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് എന്തിനാണ്? സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് എന്തെങ്കിലും ദുരിതം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മിസ്യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മളത് ശരിയാണോ പോലും അന്വേഷിക്കുന്നില്ല. അതിൻ്റെ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ പോയി പുരുഷനെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നെയാണ് തെളിയണ അയാൾ നിരപരാധിയാണെന്ന്. പിന്നെ തെളിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത് ഏറ്റവും ചർച്ച ചെയ്യേണ്ട ടോപ്പിക് തന്നെയല്ലേ? ഏറ്റവും സിസ്റ്റത്തിന് എന്തായാലും മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. അല്ലെങ്കിൽ ആണുങ്ങളുടെ ലൈഫിന് ഒരു വില ഉണ്ടാവില്ല. എന്താ ചെയ്യും?